ക്വിക്കായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ സ്നാക്ക് റെസിപ്പിയാണ്. റാഗി വെച്ചിട്ടുള്ള അട ഉണ്ടാക്കുന്നത്. റാഗിപ്പൊടി, അതുപോലെ ശർക്കര ഉരുക്കിയത്, തേങ്ങ ചിരവിയത്, കുറച്ച് ഏലക്കാപ്പൊടി, കുറച്ച് ജീരകത്തിൻ്റെ പൊടി, ഒരു നുള്ളു ഉപ്പ്, ഇതെല്ലാം കൂടി ചേർന്ന് മിക്സ് ചെയ്ത് നമ്മൾ അട ഉണ്ടാക്കുന്ന പരുവത്തിൽ തന്നെ മാവ് കുഴച്ചെടുക്കുക. അത് നല്ലപോലെ കുഴച്ച് മാറ്റിയെടുക്കുക. ചൂടോട് കൂടി തന്നെ നമുക്ക് സ്പൂൺ വെച്ച് ഇളക്കി ലാസ്റ്റ് ചൂട് ഒരു വിധം നമുക്ക് കൺട്രോളബിൾ ആകുമ്പോൾ കൈ ഉപയോഗിച്ച് ചെയ്യാം കേട്ടോ. അതിൻ്റെ ഒപ്പം ചായ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് ഞാൻ നല്ല കടുപ്പത്തിൽ കട്ടൻ ഉണ്ടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് പാലൊഴിക്കുക. പാലൊഴിച്ച് ചായ എന്നേ പറയാൻ പറ്റുള്ളൂ. ഞാനൊരു വെയിറ്റ് ലോസ് നോക്കുന്നതുകൊണ്ട് കലറി കൂടുതലുള്ള സാധനങ്ങൾ അധികം ചേർക്കുന്നില്ല. പക്ഷേ പാലല്ല, ഞാൻ തൈരാണ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നത് കേട്ടോ. ഞാൻ ഇത്രയും പാൽ ഒഴിച്ചിട്ടുണ്ട്. പക്ഷേ അത് തീരെ കുറഞ്ഞു പോയി എന്ന് തോന്നിയിട്ട് ഞാൻ കുറച്ചുകൂടെ പാലൊഴിച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി പാലിൻ്റെ ഇത് ചൂടാറുമ്പോൾ ഇതിൻ്റെ പാടയുണ്ടല്ലോ, പാട നമ്മൾ മാറ്റി വയ്ക്കും. ഒരു പാത്രത്തിൽ മാറ്റി വെച്ച് അത് നിറയുന്ന സമയത്ത് നമ്മൾ തൈരുണ്ടാക്കും. വാഴയില പരത്തുന്നത് നമ്മൾ ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുക്കുക. ഒരുപാട് കട്ടി ഉണ്ടാവാണ്ടിരിക്കുന്ന അട കഴിക്കാൻ ടേസ്റ്റ് കേട്ടോ. അട നമുക്ക് പുഴുങ്ങിയെടുക്കാം, അല്ലെങ്കിൽ ആപ്പച്ചെമ്പിൽ വേവിച്ചെടുക്കാം. ഞാനിവിടെ ആവിയിൽ വേവിച്ചെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണെങ്കിലും നമ്മൾ നല്ല തിന്നായിട്ട് ഉണ്ടാക്കുമ്പോഴാണ് എണ്ണം കൂടുതലുണ്ടാവും. പക്ഷേ തിന്നായിരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. മറ്റേത് കട്ടിയാകുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് രുചി നമുക്ക് തോന്നണമെന്നില്ല. ഇത് കൊച്ചുങ്ങൾ പറയുന്നത് ചോക്ലേറ്റ് കഴിക്കുന്ന പോലെയുണ്ട്. ഇത് കുറച്ചും കൂടെ ഡാർക്കാവും കേട്ടോ വേവുന്ന സമയത്ത്. ഒരു ചോക്ലേറ്റ് കഴിക്കുന്ന പോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കഴിക്കുക. മധുരം അത്രയൊന്നും അധികം ഇടണ്ട. നമ്മൾ തേങ്ങ ഇടുമ്പോൾ അത്യാവശ്യം ടേസ്റ്റുമാണ്, ഫില്ലിങ്ങുമാണ്, അത്യാവശ്യം കലറിയും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ അട എല്ലാതും ഇതുപോലെ തന്നെ പരത്തി ഒരേ കനത്തിൽ പരത്തി ഉണ്ടാക്കിയെടുക്കുക. അപ്പച്ചെമ്പ് അടുപ്പത്ത് വെച്ച് അത് ആവി കയറി ചൂടാവുന്ന സമയത്ത് ആവി ഉള്ളിൽ നിന്ന് വന്നു തുടങ്ങുമല്ലോ. അപ്പോൾ ഇങ്ങനെ അട അറേഞ്ച് ചെയ്യും. ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് സ്പൂണോ അങ്ങനെ എന്തെങ്കിലും ഇടയ്ക്ക് വെച്ചിട്ട് ഒരു എയർ ഗ്യാപ്പ് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം നമ്മളെല്ലാം ഒന്നിന് മേലെ ഒന്ന് വയ്ക്കുക. ഇതിപ്പോൾ ആകെ 6 എണ്ണം മറ്റോ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു സെറ്റ് ഇങ്ങനെ വെച്ചു. അല്ലെങ്കിൽ ഈ ഇല വെട്ടിയിട്ടുള്ള ബാക്കിയുള്ളതിൻ്റെ തണ്ടുണ്ടല്ലോ വാഴയിലയുടെ, അത് തന്നെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇത് ആവി പുറത്തു പോകാതെ ചെമ്പടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഒരു 10-15 മിനിറ്റോളം. ഇത് ആദ്യം ഒരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു 10 മിനിറ്റോളം ലോ ഫ്ലെയിമിലും ഇട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പാലിൻ്റെ പാടയൊക്കെ അത്യാവശ്യം കെട്ടിയിട്ടുണ്ട്, ചൂടാറിയിട്ടുണ്ട്. ഇത് നമ്മൾ മാറ്റി വയ്ക്കണം കേട്ടോ. അത്യാവശ്യം സമയമായിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അട നല്ലോണം വെന്തുണ്ടായിരിക്കണം കേട്ടോ. ഉള്ളു വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ ഇടയ്ക്കൊന്ന് ചൂട് കഴിയുമ്പോൾ തട്ടാതെ ഒന്ന് നോക്ക്. അപ്പോൾ നമുക്ക് ഇലയുടെ കളറും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിപ്പോൾ ആയിട്ടില്ല. അപ്പോൾ ഞാൻ ഇത്തിരി നേരം കൂടെ വേവിക്കാൻ വെച്ചു. അതിനിടയിൽ ഇപ്പോൾ തണ്ണിമത്തൻ്റെ സീസണാണല്ലോ, ചൂട് കാലമായില്ലേ. അപ്പോൾ നല്ലൊരു വലിയ തണ്ണിമത്തം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈക്വലായിട്ട് തന്നെ ഡിവൈഡായിട്ട് ഇരിക്കുന്നത് മുറിച്ച് നോക്കിയപ്പോൾ. നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് എടുക്കണം കേട്ടോ. അപ്പോൾ ചായയുണ്ട്, പിന്നെ അടയുണ്ട്, പിന്നെ ഒരു കഷ്ണം തണ്ണിമത്തം വീതം നമ്മളെടുക്കും. അട നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇലയൊക്കെ കൃത്യമായിട്ട് തുറന്ന് വരുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ വേവായിട്ടുണ്ടെന്ന് അർത്ഥം. ഇല ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടാവില്ല. കനം കുറഞ്ഞ് ചെയ്തുകൊണ്ടേ അധിക സമയവും വേണ്ട. ഇപ്പോൾ 6 എണ്ണം ഒന്നിച്ച് വെച്ചാലും വലിയ കുഴപ്പമില്ല. നമ്മൾ ഇതിൽ നിന്ന് ഓരോ പീസ് കൊടുക്കും. അപ്പോൾ അത്യാവശ്യം ഫില്ലിംഗ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. ഭയങ്കര ഹെവി ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവില്ല. നമ്മൾ എന്തോ വയറ് പെട്ടി പോലെ ആവുന്നൊരു അവസ്ഥയൊന്നും ഉണ്ടാവില്ല. നമ്മൾ നല്ല എനർജറ്റിക് ആയിരിക്കും. അവിടെ കണ്ടോ പൊളിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ്, അതായത് നല്ല തിന്നാണ്. ഇത് കഴിക്കാൻ നല്ല രുചിയാണ്. കനം കുറഞ്ഞിരിക്കുമ്പോഴാണ് രുചി ഉണ്ടാവുക. ചായയും കൂട്ടി കഴിക്കുന്നു, അതുപോലെ തന്നെ വത്തക്കയും.